വാറൻ ബഫറ്റ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരുവിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഇതുവരെ കേൾക്കാത്ത ആൾക്കാരും ഉണ്ടാവും. ഒത്തിരി ആൾക്കാരടുത്ത് സംസാരിക്കുമ്പം അതിൽ പലരും വാറൻ ബഫറ്റ് എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ട്. അങ്ങനെ അപ്പോൾ അവർക്കൊരു ഇൻഫർമേഷനും കൂടെ ആയിട്ടാണ്. അപ്പോൾ നമ്മളൊരു ബിഗിനർ കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും വീഡിയോസ് ചെയ്യണത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സൊക്കെ ഉണ്ടാവും, അവർക്കിത് അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് കാറ്റഗറി ഉള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതൽ ഇത് പറയുന്നത്. വാറൻ എഡ്വേർഡ് ബഫറ്റ് എന്ന് പറയുന്നത് 1930 ജനിച്ച് അമേരിക്കയിൽ ജനിച്ചിട്ടുള്ള ഒരു ആളാണ്. ആൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് 100 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഓൾമോസ്റ്റ് 100ലേക്ക് എത്തുന്നു. അപ്പം ആൾ ലോകത്തിലെ 7th റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മാർച്ചിൽ 2024 ഒരു വാല്യുവേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ അത് ആൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ചുരുങ്ങിയ പൈസ കൊണ്ട് തുടങ്ങിയതാണെന്ന് മാത്രമല്ല, പല പല ജോലികൾ പുള്ളി പൈസ കണ്ടെത്താൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. വാറൻ ബഫറ്റാണ് ലോകത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരു ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ വാറൻ ബഫറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് 1, 2, 3 ഷോർട്ട് വീഡിയോസിലൊന്നും തീരില്ല. അപ്പം വാറൻ ബഫറ്റിൻ്റെ ഇൻകം ടാക്സ് ഫസ്റ്റ് ഫയൽ ചെയ്യുന്നത് 14ാമത്തെ വയസ്സിലൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം 40ാമത്തെ വയസ്സിലോ 35ാമത്തെ വയസ്സിലോ ഒന്നും റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടേ ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഫയൽ ചെയ്യുന്നവരും ഉണ്ടാവും. ഫസ്റ്റ് ജോലി കിട്ടിയ നാൾ മുതൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ 14ാമത്തെ വയസ്സിൽ ഒരാൾ ഇൻകം ടാക്സ് റിട്ടേൺസ് അമേരിക്കയിൽ ഫയൽ ചെയ്യേണ്ടി വന്നു എന്ന് പറയാം. അത്രയ്ക്കും വരുമാനം ആൾക്ക് സ്വന്തമായിട്ട് ആൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. സ്വന്തമായിട്ടാണ് പഠിക്കുന്ന സമയത്ത്. നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ പഠിക്കുന്ന സമയത്ത് ജോലിക്ക് പോകുന്നു. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും പിള്ളേർ ജോലിക്ക് പോകാൻ റെഡിയല്ല. അത് നമ്മുടെ ഫാമിലികളിൽ അത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടം എന്നേ കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അതിപ്പോൾ നിലവിലുണ്ട്. പാരൻസ് തന്നെ പറഞ്ഞു വിടുകയാണ് എന്തെങ്കിലും പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്യണം. കൊക്കോ കോള ബോട്ടിൽസ് വിറ്റുകൊണ്ട് നടന്നിരുന്നു നമ്മുടെ വാറൻ ബഫറ്റ്. ചെറിയ പ്രായത്തിൽ 10ാമത്തെ വയസ്സിലാണ് ഈ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുള്ളിയുടെ ഫാദറിൻ്റെ കൂടെ ഈ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാറൻ ബഫറ്റ് വിസിറ്റ് ചെയ്യണത്. 11ാമത്തെ വയസ്സിൽ അറ്റ് ദ ഏജ് ഓഫ് 11 ഹി സ്റ്റാർട്ടഡ് ഹിസ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്നാലോചിച്ച് നോക്കണം. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പൈസ കയ്യിലുണ്ടായിട്ടും സർപ്ലസ് ഉണ്ടായിരുന്നിട്ടും ബാങ്കിൽ ഡെപ്പോസിറ്റോ FDയോ അല്ലെങ്കിൽ KSF ചിട്ടിയോ അല്ലെങ്കിൽ ഗോൾഡോ മാത്രം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് കൂടുതലും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. 11ാമത്തെ വയസ്സിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആൾ ലോകത്തിലെ 7th റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, ഏറ്റവും കൂടുതൽ കാശുള്ള ആൾക്കാരിൽ ആദ്യത്തെ 7 പേരിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. വാറൻ ബഫറ്റ് ചൂയിങ്കം, കൊക്കോകോള ബോട്ടിൽസ്, ദെൻ വീക്ക്ലി മാഗസിൻസ് കൊണ്ട് നടന്ന് വിറ്റിരുന്നു. ഡോർ ടു ഡോർ. ഒന്ന് ആലോചിച്ച് നോക്കണം. പുള്ളിയുടെ ഫാമിലി തന്നെ അത്യാവശ്യം നല്ല റിച്ച് ആയിരുന്നതാണ്. എന്നിട്ടും പുള്ളി തന്നെത്താനെ ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഒരു സെൽഫ് ഏൺഡ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തീരുമാനിച്ചിറങ്ങി തിരിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്ന് മുതലേ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പല കാര്യങ്ങൾ കഥ കേൾക്കുന്നതല്ലാതെ ആരും അത് ചെയ്യാനായിട്ട് പലപ്പോഴും കുട്ടികളൊന്നും റെഡിയാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചൈൽഡ് ലേബർ എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിലപ്പോൾ പറയും, കളിയാക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു വരുമാനം ഉണ്ടാക്കാൻ അവനറിയാവുന്ന, അവനെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ എന്താ കുഴപ്പം? ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് വാറൻ ബഫറ്റ് പോയിരുന്നു. നമ്മുടെ പഴയ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അബ്ദുൽ കലാം സാറിനെ കുറിച്ച് പറയുമ്പം ന്യൂസ് പേപ്പർ ഇടാൻ പോയിരുന്നു. അപ്പോൾ അത് ലോകം അറിയപ്പെടുന്ന ആളായി മാറിയില്ലേ. അതുകൊണ്ടല്ല ആളെക്കുറിച്ച് അത് പറയേണ്ടി വന്നതും. അപ്പോൾ നമുക്കും പല പല ജോലികൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ റിച്ചായിട്ട് മാറാനായിട്ട് ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ഇതുപോലുള്ള ആൾക്കാരുടെ കഥ കേൾക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരണം. അതിനാണ് ഇത് പറയുന്നത്. വാറൻ ബഫറ്റിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് കുറച്ച് പൈസ വെച്ചിട്ട്, അതായത് $25 മുടക്കി ഒരു പിൻ ബോൾ അടുത്തുള്ളൊരു ഒമാഹയിലുള്ള, അമേരിക്കയിൽ ഒമാഹ എന്ന് പറയുന്ന സിറ്റിയിലുള്ള ഒരു ബാർബർ ഷോപ്പിൽ ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണ്, പിൻബോൾ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഷെയർ ചെയ്യും. ഇപ്പം ബാർബർ ഷോപ്പ് ഉടമയ്ക്കും ഇവർക്കുമായിട്ട് ഷെയർ ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിരുന്നു. അപ്പം മാസങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് ഒന്നിലധികം കുറച്ചധികം ലൊക്കേഷൻസിൽ, ഈ ഒമാഹ ലൊക്കേഷൻസിൽ പല സ്ഥലങ്ങളിലായിട്ട് ബാർബർ ഷോപ്പുകളിൽ അവർ പിൻബോൾ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നീട് അവർ കുറച്ച് നാൾക്ക് ശേഷം ഈ ബിസിനസ്സിനെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ എത്രയോ ഇരട്ടി പൈസയ്ക്ക് അവർ വിറ്റ് മാറുകയാണ് ചെയ്തത്. ചെറിയ പ്രായം മുതൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കിയിരുന്ന ആളായിരുന്നു വാറൻ ബഫറ്റ്. അതുതന്നെയാണ് ആളെ ഫൈനലി ഒരു വലിയൊരു ബിഗ് ഇൻവെസ്റ്ററായി നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരു എന്നുള്ള രീതിയിലേക്ക് ആളെ എത്തിച്ചത്. വാറൻ ബഫറ്റ് വാഷിങ്ടൺ പോസ്റ്റ് ന്യൂസ് പേപ്പർ സെല്ല് ചെയ്യുന്നതിലൂടെ
പൈസ കണ്ടെത്തിയിരുന്നു. ആ പൈസ വെച്ചിട്ട് പുള്ളിയുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി. ഒരു ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുള്ളി 10ാമത്തെ വയസ്സിൽ വിസിറ്റ് ചെയ്തെന്ന് പറയും. നമ്മൾ സിറ്റീസ് സർവീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരിയിൽ 3 ഷെയർ സ്വന്തമായിട്ട് ആളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെറും 3 ഓഹരിയാണ്. അതുപോലെ സ്വന്തം സഹോദരിക്ക് വേണ്ടി 3 ഓഹരി പുള്ളി വാങ്ങിയിരുന്നു. ഇതെല്ലാം സ്കൂൾ ഡേയ്സിൽ ചെറിയ പ്രായത്തിൽ ചെയ്തതാണ്. അതായത് 11 വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ആളാണ് വാറൻ ബഫറ്റ്. ഇന്ന് 100 വയസ്സിനടുത്ത് പ്രായമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും സർപ്ലസ് എന്തുണ്ടോ, ഒരുപാട് പൈസ മിച്ചം വന്നതിന് ശേഷം ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ അസറ്റ് ക്രിയേഷൻ തുടങ്ങാം, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യാം. അങ്ങനെയല്ല, നമ്മളിൽ എന്താണോ മിച്ചമുള്ള അതിൽ നിന്ന് ഒരു 10% മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ പ്രൊഡക്റ്റീവായിട്ടുള്ള അസറ്റ് ക്ലാസ്സസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ ഗോളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ റിട്ടയർ ചെയ്ത് ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്തും ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഗ്രോയിങ് അസറ്റ് ക്ലാസ്സസിലേക്ക്, ഓഹരികൾ പോലത്തെ അസറ്റ് ക്ലാസ്സസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. 40 ഏക്കർ ഫാം വാറൻ ബഫറ്റിൻ്റെ 15ാമത്തെ വയസ്സിനകത്ത് ആൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും തോന്നും. പക്ഷേ വാറൻ ബഫറ്റിനോ അവരുടെ ഫാമിലിക്ക് അത് അത്ഭുതമല്ല. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പല ആൾക്കാരുടെയും ഹിസ്റ്ററി പറയുന്നു, ഓരോരുത്തരുടെ ചരിത്രം പറയുമ്പോൾ അമേരിക്ക അല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്പിനെ കുറിച്ച് പറയും. ഇന്ത്യയിലുള്ള ആൾക്കാരെ എത്ര പേരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. വാറൻ ബഫറ്റ് 15ാമത്തെ വയസ്സിൽ 40 ഏക്കർ ഫാം ലാൻഡ് വാങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞാൽ തന്നെ ആളുടെ ഒരു വിഷൻ എത്രത്തോളം വിഷണറി ആയിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ആൾക്കാരെ ഫോളോ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. എന്താണോ മിച്ചമിരിക്കുന്നത് അത് ഇന്ന് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നാളെയല്ല, ഇന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഡിസിഷൻ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ ഡിസിഷൻസ്. ആ ഡിസിഷനാണ് നമ്മുടെ ലൈഫിലുള്ള പല ടേണിംഗ് പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം.